ഹലോ അസ്സലാമലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചേനപ്പൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേനപ്പൂ വെച്ചിട്ടൊരു അടിപൊളി തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേനപ്പൂ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ചെറിയ വാട്ടം വന്നിട്ടുണ്ട്. എന്നാലും ഉള്ളിൽ നല്ല ഫ്രഷാണ് കേട്ടോ. ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. താഴെ ചെറിയ മുട്ട് പോലത്തെ പൂവ് മാതിരി, പിന്നെ അതിൻ്റെ മുകളിൽ നല്ല കടുകുമണി പോലത്തെ വെള്ള തരികളിട്ട, പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് മറ്റേ ഭാഗം വരുന്നത്. അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ചേനപ്പൂവ് കാണാത്തവർക്കാണ് ഇത് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇതിങ്ങനെ കാബേജ് അരിയുന്നത് പോലെ ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തന്ന എല്ലാ ഭാഗവും അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാണ് സംഭവം അരിഞ്ഞെടുത്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം, ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ട്, ഇനിയും ഇതൊന്നും കൂടി കഴുകാം. ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ട് കേട്ടോ. അതിൻ്റെ നീര് തട്ടുമ്പോൾ ചെറിയൊരു ചൊറിച്ചിലേ ഉള്ളൂ. അങ്ങനെ ഞാനിത് വേവിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 സ്പൂണ്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇളക്കുക കൂടി വേണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകവും കൂടി നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചെടുത്തിട്ടുണ്ട്, ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. പിന്നെ ഇതിലോട്ട് ഒരു 4 ചീരുള്ളിയും ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് ഇട്ട് കൊടുക്കാൻ മറന്നുകൊണ്ടാണ് പിന്നെ ഇട്ടു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെ മിക്സ് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. തേങ്ങ നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചേനയുടെ പൂവുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ചേനയുടെ പൂവും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കട്ടോ. നമുക്കൊരു 1 മിനിറ്റോളം ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം തുറന്ന് വെക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചേനപ്പൂ തോര ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ പറമ്പുകളിലൊക്കെ ചേന ഉള്ള പറമ്പുകളിലൊക്കെ ചേനപ്പൂ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും, താങ്ക് യു.